ശനിദേവന്റെ വക്രദൃഷ്ടിയിൽ നിന്ന് ആർക്കും രക്ഷയില്ല. എന്നാൽ ഒരു ദിവസം ശനിദേവനെ തന്നെ ഒരു മഹർഷിയുടെ ക്രോധദൃഷ്ടി ആക്രമിച്ചപ്പോൾ ശനിദേവന്റെ ശരീരം മുഴുവൻ അഗ്നിയാൽ മൂടപ്പെട്ടു. പണ്ട് പുരാതന ഭാരതത്തിൽ ത്യാഗത്തിന്റെ പ്രതീകമായ ദദീചി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അസുരന്മാരെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് തന്റെ അസ്ഥികൾ നൽകിക്കൊണ്ട് അദ്ദേഹം ലോകരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ചു. ദദീചി മഹർഷി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി സുവർച്ച ഗർഭിണിയായിരുന്നു. സങ്കടത്താൽ തകർന്ന അവർ തന്റെ കുഞ്ഞിനെ ഒരു അരയാലിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് ദേഹത്യാഗം ചെയ്തു. ആ കുഞ്ഞ് മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാതെ ഒരു അരയാൽ മരത്തിന്റെ ചുവട്ടിലാണ് വളർന്നത്. അരയാൽ മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ചു വളർന്നതിനാൽ ആ ബാലൻ പിന്നീട് പിപ്പലാദൻ എന്നറിയപ്പെട്ടു. പിപ്പലാദൻ വളർന്നു വലിയൊരു തപസ്വിയായി മാറി. എന്നാൽ തന്റെ മാതാപിതാക്കളെ തനിക്ക് നഷ്ടമായത് എന്തുകൊണ്ടാണെന്ന ചോദ്യം അവനെ എപ്പോഴും അലട്ടിയിരുന്നു. ഒരിക്കൽ ദേവർഷി നാരദൻ അദ്ദേഹത്തെ കാണാനിടയായി. അപ്പോൾ പിപ്പലാദൻ അദ്ദേഹത്തോട് ചോദിച്ചു, മഹർഷേ, ലോകം മുഴുവൻ രക്ഷിച്ച എന്റെ പിതാവ് എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോയത്? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, പുത്ര, അതിനു കാരണം ശനിദേവന്റെ കഠിനമായ വക്രദൃഷ്ടിയും മഹാദശയുമാണ്. ശനിദേവന്റെ സ്വാധീനം മൂലമാണ് നിന്റെ പിതാവിന് അകാല മരണം സംഭവിച്ചത്. ഇത് കേട്ട പിപ്പലാദന്റെ ഉള്ളിൽ വലിയ ക്രോധം അണപൊട്ടി. ഒരു തെറ്റും ചെയ്യാത്ത തന്റെ പിതാവിനെ ഇത്രയധികം കഷ്ടപ്പെടുത്തിയ ശനിദേവൻ വലിയ അഹങ്കാരിയാണെന്നും അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നും പിപ്പലാദൻ ഉറപ്പിച്ചു. പിപ്പലാദൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്, അല്ലയോ ബ്രഹ്മദേവ, എന്റെ ദിവ്യദൃഷ്ടി പതിക്കുന്ന ആരെയും ഭസ്മമാക്കാനുള്ള ശക്തി എനിക്കങ്ങ് നൽകണം. ബ്രഹ്മാവ് ആ വരം നൽകി അവിടെ നിന്നും അപ്രത്യക്ഷനായി. വരം കിട്ടിയ ഉടൻ പിപ്പലാദൻ ശനിദേവനെ തന്റെ മുന്നിലേക്ക് ആവാഹിച്ചു. ശനിദേവൻ പ്രത്യക്ഷപ്പെട്ടതും പിപ്പലാദൻ തന്റെ ക്രോധദൃഷ്ടി അദ്ദേഹത്തിന് മേൽ പതിപ്പിച്ചു. ആ നിമിഷം ശനിദേവന്റെ ശരീരം അഗ്നിയാൽ മൂടപ്പെട്ടു. ലോകത്തിന്റെ കർമ്മഫലദാതാവായ ശനിദേവൻ നശിച്ചാൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റുമെന്ന് കണ്ട ദേവന്മാർ ഭയന്ന് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ഒടുവിൽ ബ്രഹ്മാവും സൂര്യദേവനും പ്രത്യക്ഷപ്പെട്ട് പിപ്പലാദനോട് പറഞ്ഞു, പുത്ര പിപ്പലാദ, ശാന്തനാകൂ. ശനിദേവൻ ആരുടെയും ശത്രുവല്ല. അദ്ദേഹം ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനായ നീ ശനിയെ നശിപ്പിക്കരുത്. പകരം 2 വരങ്ങൾ ചോദിച്ചുകൊള്ളാൻ ബ്രഹ്മാവ് പറഞ്ഞു. തന്റെ വാശിയേക്കാൾ വലുതാണ് ലോക നന്മയെന്ന് മനസ്സിലാക്കിയ പിപ്പലാദൻ ശനിദേവനെ മോചിപ്പിക്കാൻ തയ്യാറായി. തുടർന്ന് പിപ്പലാദൻ ആ 2 വരങ്ങൾ ചോദിച്ചു. ആദ്യത്തേത് കുട്ടികൾക്ക് സുരക്ഷ. ജനനം മുതൽ 16 വയസ്സുവരെ ഒരു കുട്ടിക്കും ശനിദോഷം ബാധിക്കരുത്. കാരണം ആ പ്രായത്തിൽ കുട്ടികൾ അറിവില്ലാത്തവരാണ്. അവരുടെ കർമ്മങ്ങൾ ശിക്ഷാർഹമല്ല. രണ്ടാമത്തേത് തന്നെ വളർത്തിയ അരയാൽ മരത്തെ ഭക്തിയോടെ സൂര്യോദയത്തിന് മുൻപ് ജലമർപ്പിക്കുന്നവരെ ശനി മഹാദേശയുടെ കഠിനമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നായിരുന്നു. ബ്രഹ്മാവ് ഈ 2 വരങ്ങൾ നൽകി. എങ്കിലും പിപ്പലാദന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. അദ്ദേഹം തന്നെ ബ്രഹ്മദണ്ഡം കൊണ്ട് ശനിദേവന്റെ കാലിലേക്ക് ആഞ്ഞെറിഞ്ഞു. അതോടെ ആ ഏറിൽ ശനിദേവന്റെ കാലുകൾക്ക് പരിക്കേൽക്കുകയും അദ്ദേഹം മുടന്തനാവുകയും ചെയ്തു. കാലിന് പരിക്കേറ്റത് കൊണ്ടാണ് ശനിദേവന്റെ സഞ്ചാരം പതുക്കെയായതും അദ്ദേഹത്തിന് ശനൈശ്വരൻ എന്ന നാമം വന്നതും. പിപ്പലാദ മഹർഷി ശനിദേവനെ നശിപ്പിച്ചില്ല. പകരം ധർമ്മത്തിന്റെയും മര്യാദയുടെയും അതിരുകൾക്കുള്ളിൽ തളച്ചിട്ടു. ഇന്നും ശനിദോഷം അനുഭവിക്കുന്നവർ ശനിയാഴ്ചകളിൽ അരയാൽ മരത്തെ ആരാധിക്കുന്നതും കുട്ടികൾക്ക് 16 വയസ്സുവരെ ശനിദോഷം ബാധിക്കില്ലെന്നും വിശ്വസിക്കുന്നതും ഈ പുരാണ കഥയെ ആസ്പദമാക്കിയാണ്. ശനിദേവന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ശം ശനീശ്വരായ നമഃ.